ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചങ്കന്മാരുണ്ടെങ്കിലും ചങ്കത്തികളുണ്ടെങ്കിലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൻ നിൽക്കുക, മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. പിന്നെ ഇന്ന് ഞാൻ ഇപ്പോൾ ഉള്ളത് കാശ്മീരിൽ ശ്രീനഗറിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഇടാം, കാരണം മൊബൈൽ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ വാക്കി വിഷ്വലിക്ക് കാണാം. ഇത് ശ്രീനഗറിലെ ചെറിയ ടൗണാണ്. അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ താമസിച്ചത്. അവിടെ നിന്ന് കുറച്ച് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. ഈ മറ്റേ അതിൻ്റെ പേര് ഓർമ്മയില്ല, ലേക്ക് ഉണ്ട്, കുറച്ച് ഉള്ളിലാണ്, പോയിട്ടില്ല. ഞങ്ങൾ താമസിച്ചിരുന്ന വീട് ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ബിൽഡിങ്ങിൽ ഞങ്ങൾ താമസിച്ച് മേലത്തെ ഇതിലാണ്. അപ്പോൾ അവിടെ പോവാം. അപ്പോൾ നമ്മൾ നമുക്ക് റൂമിലേക്ക് പോവാണ്. ഭയങ്കര ഇട്ടോ കത്തണ്ടേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകാം. നമ്മൾ 2 കൂട്ടരാണ് വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ശ്രീനഗറിലെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിക്കുക. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ചിട്ട് എന്തായാലും ബാക്കി പറയാം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യം പറയാം. ഇപ്പൊ ഞാൻ കുറച്ച് 2 ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം. ഞങ്ങൾ ഒന്നിച്ച് നിലമ്പൂരിൽ നിന്ന് വന്നവരാണ്. ഫ്ലൈറ്റ് വന്നു ഇവിടെ ഇറങ്ങി. ഇന്നലെ ഞങ്ങള് ഗുൽമർഗ് കാണാൻ പോയി. ഇന്നലെ ഗുൽമർഗ് കാണാൻ പോയി. അവിടെ ഗൊണ്ടോല റൈഡൊക്കെ നടത്തി. അങ്ങനെ ഞങ്ങള് ഇവിടെ എത്തിയപ്പോ രാത്രിയായി. രാത്രി അതിനുശേഷം ഇവിടേക്ക് ഒന്ന് കറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ട് ചൂടുവെള്ളത്തിലൊരു കുളി നമ്മൾ കുളിച്ച്. നമ്മളെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും 2 നേരത്തെ കുളി നിർബന്ധമാണ്. അപ്പൊ ഇന്നലെ കുളിക്കാൻ ചൂടുവെള്ളത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഇവിടുത്തെ ആള് ചോദിക്കുക, ഇന്ന് രാത്രി നിങ്ങൾ കുളിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മളെ പ്രത്യേകതയാണ്, മലയാളികൾ ഏത് നാട്ടിൽ ചെന്നാലും ഏത് തണുപ്പിലും 2 നേരം കുളിച്ചിട്ടില്ലെങ്കിൽ അവർക്കൊരു സുഖം കിട്ടില്ല. അതാണ് മലയാളികൾ. ഓക്കെ, പിന്നെ ഇന്നത്തെ ഭക്ഷണം ഇപ്പൊ നാസ്ത റെഡി ആയിട്ടുണ്ട്. രാവിലെ ഭൂരി ആയിട്ടുള്ള ചട്നി ഐറ്റംസ് ഒക്കെ ആക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദാലിലേക്ക് ഒക്കെ പോകാൻ വേണ്ടി പോവുകയാണ്. പൂരിയാണ്, ചൂട് പൂരി. അതില് പിന്നെ ചന മസാല ഉണ്ട്, പൂരി അതിലും അപ്പൊ ഞാൻ എന്താ ശ്രീനഗറിൽ നിന്നും അടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു മഞ്ഞിലെ സ്ഥലം. അവിടേക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അതായത് ഗ്ലൗസ്, പിന്നെതാ സെറ്റർ ഉണ്ട്, പിന്നെ മേലെ ഒരു പോട്ട് ഉണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ അടുത്തത് നമുക്ക് പോകാനുള്ള വണ്ടി നമ്മളെ മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പൊ വണ്ടിയിൽ കയറി ബാക്കി ഇവിടുത്തെ ടൗണുകളൊക്കെ നേരത്തെ തുറന്നു വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ വലിയ സമയം 9 മണി, ഇപ്പൊ സമയം 8-9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അവിടെ കുറെ സാധനങ്ങൾ കിട്ടും. കുറെ എന്താ പറയാ, ബാഗ്, അതുപോലെ എല്ലാം ഇവിടെ ഒക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഷോപ്പിന്റെ ഉള്ളിൽ പോട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറെ സാധനങ്ങളുണ്ട്. ഇനി മലയാളികൾ എന്തായാലും ഒന്നും ഇവിടെ വാങ്ങാണ്ടിരിക്കണ്ട. ശ്രീനഗറിലാണ് ഈ സ്ഥലം ഉള്ളത്. കുറെ സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ക്ലോക്ക്, എല്ലാ സ്ഥലങ്ങളുണ്ട്. കാശ്മീർ ബാഗ്, അങ്ങനെ കുറെ സ്ഥലങ്ങളായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ റോഡിന്റെ വിഷ്വൽസും പിന്നെ ഇനി അടുത്ത പോകുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമുക്ക് പോകാനുള്ള വണ്ടി. അപ്പോ വണ്ടിയിൽ കയറിയിട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും പറയാം. ഡ്രൈവർ പുറത്തിറങ്ങിയപ്പോ ചായ കുടിക്കുകയാണ്. അദ്ദേഹം ചായ കുടിച്ചിട്ട് എന്തായാലും വരട്ടെ. അപ്പോഴത്തേക്കും വണ്ടി ഇവിടെ വന്ന് റെഡി ആയിട്ട് ബാക്കിയുള്ളവർ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. അതെന്തായാലും കഴിഞ്ഞിട്ട് അവരും വരട്ടെ. എന്തായാലും ശ്രീനഗറിലെ ടൗണും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരണ്ടേ.
उसको बुलाना है। और शीशा का थोड़ी कम कर दे तो वो फोटो बनने का ऊपर नीचे डाउन नीचे 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 नहीं ऊपर करने का। हाँ आपका वो हवा आता है उधर से, ये प्रॉब्लम। ठंडी हवा है उसको। ഫുള്ളായിട്ട് ആൾക്കാരുടെ ആൾക്കാരാണ് ഈ പ്രദേശം ഫുള്ളായിട്ട് ആണ് കാഞ്ഞിരത്തിൻ്റെ ഭാഗമാണ്. അത്തിമരങ്ങളാണ് തോന്നുന്നത്. കത്തിയെടുക്കുന്നുണ്ട്, അവിടെ ശ്രദ്ധിച്ചില്ല. इसका अंदर हिंदी फिल्म सॉन्ग पुराना सॉन्ग है ना, वो लगाए उसमें, अच्छा रहेगा ना। ഇങ്ങനെയാണ് പിടിക്കുന്നത്. क्यों? Because reason is that Kashmir is a very beautiful place in this whole world. Maybe. Yeah. Number of we came to the fourth time. What is the fourth time? Really? I have a shop here. Where? Coram Beach. ഫോട്ടോ എടുത്തോളൂ. കാശ്മീരില് എന്താ പറയാ, മൈക്കെടുത്താണ് കറക്റ്റ് പറയാം. ഇവിടെ മൈക്കൊന്നും എടുക്കൂല. എന്റെ അടുത്ത് ഞാൻ തൊള്ളർന്ന് പറഞ്ഞോളാം, കുഴപ്പമൊന്നുമില്ല, മൈക്കൊന്നും വേണ്ട.
ഈ സ്ഥലത്തിന്റെ പേര് എന്താണെന്ന് പറയും? പെരീന്ന് ചെയ്യലടക്കം ഇവിടെ ഫുള്ളായി കാണാം. അവൻ്റെ ആ തൊള്ള മൂക്ക് ഇങ്ങനെ വീർപ്പിച്ചുള്ള വീഡിയോ ആയിരുന്നു. തട്ടിയിടും കേട്ടോ, കയ്യിൽ പോകരുത്. കയ്യിൽ നിന്ന് മൊബൈൽ സൈഡ് എടുത്തിട്ടോ. ആൽബക്കാരെ കൊണ്ട് കുടുങ്ങിയല്ലോ. ആദ്യം വീഡിയോ അടിച്ച പോകാൻ്റെ സംസാരങ്ങളായിരുന്നു ഫുള്ളായിട്ട്. എന്താ എനിക്ക് സംസാരിക്കാൻ പാടില്ല. ഫുൾ ഹൗസ് ബോട്ട് ഏതൊക്കെ സ്ഥലങ്ങളൊക്കെ നമ്മളോട് ഗോൾഡൻ ലേക്ക്. എന്തൊക്കെ വാങ്ങി ചായ എന്ത് സാധാ ചായ മസാല ചായ ആണെങ്കിൽ നമുക്ക് വേറെ ചായ വാങ്ങാം. കോഫി നമ്മൾ നേരത്തെ ടെമ്പിൾ കണ്ടോ? അത് കാണണം. കാണൂല. അത് കാണണം. അത് കണ്ടിട്ട് എന്താ കാര്യം? ഒറ്റ വലിയ ക്യാമറയൊക്കെ പറ്റുള്ളൂ. ഇതാ കാണുന്നു. അല്ല നമ്മളെപ്പോലെ അവിടെ പോയി ഒരു വരുന്നുണ്ടാവും കൂട്ടത്തിൽ ഇങ്ങനെ വരുന്നുണ്ടാവും. ഇങ്ങനെ കൊണ്ടുവരും. മലയാളിയല്ലേ? മലയാളീസാണ് പോയത്. അങ്ങനെ ഒരേപോലെ തോന്നൂലേ വീഡിയോ? മൈമി സാധനങ്ങളൊക്കെ വാങ്ങി ഓൽതാ അവിടെ സ്വന്തം വണ്ടി വണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് അത്രയും അത് കുട്ടികളെ കൊണ്ടുനടക്കാണ്ടില്ലേ. ഹലോ, നമസ്കാരം. ഈ ഒരു ഏരിയയിൽ എല്ലാ ഭാഗത്തും ഇന്ത്യൻ ആർമി, അതായത് പട്ടാളക്കാർ കൂടുതലുണ്ട്. അതെന്താണെന്നുള്ളത് പോലും എനിക്ക് മനസ്സിലായില്ല. കാരണം ഈ ഒരു ഏരിയയിൽ ഇവിടെ ഫുള്ള് നമ്മുടെ നാട്ടിലെ പോലീസിൻ്റെയൊക്കെയാണ് ഡബിൾ റാങ്ക്. ഇവിടുത്തെ ആൾക്കാർ ഫുള്ള് പട്ടാളങ്ങൾ, സെക്യൂരിറ്റി റോഡ് സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട്. നമ്മളെ നാട്ടിലോ നേരെ മറിച്ച പോലീസ് ആരും അധികം കുറവാണ്. എങ്കിലും വളരെ സൂപ്പറാട്ടോ. പട്ടാളക്കാർ കഴിഞ്ഞു പറഞ്ഞു നോക്കിയിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ വലിയ തിരക്കൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ പിന്നെ ഒരുപാട് വാഹനങ്ങളുണ്ട്. പക്ഷെ ഇവിടെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പട്ടാളങ്ങളെ കൊണ്ട് ആറാട്ടാണ്. കാരണം എല്ലാ മുക്കിലും എന്താണ് പട്ടാളക്കാരുടെ വണ്ടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണേ. ഈ വീട്ടിൽ കാണുന്ന തന്നെ പട്ടാളക്കാരുടെ വണ്ടി. മൊത്തം സൈഡ് നോക്കിയാലും എല്ലാ സൈഡ് ഭാഗങ്ങളിലും പട്ടാളക്കാർ നിറഞ്ഞു കിടക്കുകയാണ്. അതേസമയം നമ്മുടെ നാട്ടിൽ നേരെ മറിച്ചാണ്. നമുക്ക് പട്ടാളക്കാർ അവിടെ കൂട്ടിൻ്റെ ഉള്ളിൽ കാടാ എടുക്കണ്. കൈ വീശുന്ന വീഡിയോ അല്ലേ? അയ്യേ, ചായ ഒറ്റക്ക് പോയി കുടിച്ചതേ പറഞ്ഞു. എത്ര ചായ വേണ്ടി? 5 ചായ. ചായമക്കണ്ട ചായ. इसमें कितना है? एक ही पीस का कितना है दीदी? कितना है वो? है वो भी नहीं बोलेगा है?
वो भी नहीं बोलेगा। साथ नहीं कि रोटी का कितना है? हैं? क्या बोला? हाँ हाँ सर। सर जो है ये मक्की की रोटी है। एक को कितना? सरसों का साग, अचार और चटनी देते 80 रुपीज़ का। और एक ही साथ मिलता है। हाँ हाँ एक ही, वो पूरा डिश मिलता है सर। हाँ 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 हाँ। हाँ हाँ और रोटी अല്ല അതിന്റെ കൂടെ ഇതുണ്ടാവും. कितना रोटी रहेगा इसके साथ? कितना रोटी रहेगा? हाँ? कितना एक ही रोटी नहीं है ना? हाँ हाँ इसमें देसी घी है ना सर। कितना रोटी रहेगा? एक रोटी, साग, अचार, चटनी जितना भी लोगे उसके साथ। वो सब का 80 रुपये। हाँ हाँ बहुत ज्यादा है ना? कोई बात नहीं, जैसे आप बोलोगे काम ही करेंगे, कोई बात नहीं। कम करो चाय चाय दे दो, चाय दो। चाय का कितना है? चाय का कितना है? एक टेस्ट करो आप, अच्छा लगे कोई बात नहीं, रेट की बात नहीं, कोई बात नहीं। अभी खाया आ गया ना। चाय चाय साथ തിങ്കളാഴ്ച വണ്ടി കിട്ടാവുന്ന സംവിധാനം ചെയ്യും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വരാവുന്ന സംവിധാനത്തിലേക്ക് നോക്കും. അത് പീച്ചാണ്. നിർത്തോ.
आएगी तो ഹലോ, ഇതാണ് ഞങ്ങൾ താമസിച്ച വീട്. മേലെയാണ്. അവിടെ തന്നെ ഞങ്ങൾ താമസിച്ച്. ഇത് ശ്രീനഗറിലാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഒരുപാടുണ്ട്. അതൊക്കെ പറഞ്ഞാലും തീരില്ല. ഒരുപാട് കാഴ്ചകളുണ്ട്. അതെന്തായാലും ഞാൻ കാണിച്ചു തരാം. ഫുൾ വീഡിയോ എന്തായാലും വരുന്നതാണ്. ഇതുവരെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെങ്കന്മാരുണ്ടെങ്കിൽ ഹലോ എല്ലാവർക്കും ഈ ചാനലിലേക്ക്. പിന്നെ ഞാനിപ്പോൾ കാറിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാറിലിപ്പോൾ ദൂത് പത്രി, അത് കാശ്മീരിലൊരു അടിപൊളി സ്ഥലമാണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ബാക്കിയുള്ള വിഷ്വൽ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ട്രാഫിക്കിൽ, അതായത് വണ്ടി ട്രാഫിക്കിൽ ഇങ്ങനെ പെട്ടിരിക്കുകയാണ്. ഭയങ്കര ബ്ലോക്കാണ്. ഒരുപാട് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെ, ഞാൻ ഓൻ്റെ ഒപ്പം ഇങ്ങനെ വരും. നടന്നോ? അത് ചെറുതായി ക്ലിയർ കുറവാ. അല്ല, ക്ലിയർ കുറവല്ല, വലിപ്പം കുറവാ ആൾക്ക്.